ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ ഇന്ന് എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വൈമാളിലോട്ടാണ്. വീഡിയോയിലോട്ട് പോണ മുന്നേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താഴെ കൊടുത്ത ലിങ്കിൽ കയറി ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ പോകാൻ പറഞ്ഞാൽ പറ്റിച്ച്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നാളെ പോവാന്ന്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ പോണ വൈമാളിക്ക്. അപ്പൊ നമുക്ക് വൈമാളി എത്തിയിട്ട് കാണാം. ബൈ ബൈ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളെ ഫുൾ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ കാണിക്കാൻ മറന്നു പോയതാണ്. ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണിത്. അപ്പൊ നമുക്ക് വണ്ടി കയറാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. റക്കിത്തുമാക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വൈമാളിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നായിരുന്നു. പക്ഷേ അവിടെ എത്തില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് വണ്ടിയൊക്കെ നിർത്തി. വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചു. പിന്നെ വൈമാളിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ അടുത്തൊന്നും കടകളില്ല കേട്ടോ അങ്ങനെ പൊരി സാധനങ്ങളെ. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഗൈസ് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗൈസ് ഇതാ രാത്രി ആയിട്ടാണ്. നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈമാളി എത്താനൊന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ച് സമയം കൂടി ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു കടയിലാണ്. റൊക്കിത്തുമാക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി കയറിയൊക്കെയാണ്. അപ്പോൾ ഇതാ ദീദി വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ ഞാൻ ദീദിനെ കാട്ടിത്തരാം. ഗൈസ് നല്ല തിരക്കുണ്ട്. ഈ കാണുന്ന തിരക്ക്. അപ്പൊ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ കുറെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കാറും ബസ്സും കണ്ടോ, കാറും ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ കണ്ടു, ബോർഡൊക്കെ കണ്ടുട്ടോ. അപ്പം മിന്നൂസിന് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞങ്ങൾ ഇടയിൽ കൂടെ ഒക്കെ കയറി പോകാനിട്ട് അങ്ങനെയൊക്കെ. ബസ് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വൈമാളെത്തി. ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ താഴെയാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ രണ്ട് സൈഡിൽ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മറ്റേ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടെയാണ് പോകുന്നത്. അതാകുമ്പോൾ ബാക്കിൽ കൂടെ കയറാം. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ കയറാമെന്നാണ് വിചാരിച്ചത്. അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ബാക്കിലേക്ക് പോവാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണ്. ഞാൻ ഇടക്കിടക്ക് പാട്ടൊക്കെ പാടിയിട്ടാണ്. ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇടക്ക് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഡയറക്ഷൻസിലൂടെ ഒക്കെ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വൈമാളിലെത്തി പാർക്കിംഗ് ഏരിയയിൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ കാർസൊക്കെ എടുക്കുന്നത്. ഇവിടെ ഫുള്ളാണ്, പാർക്കിംഗ് ഏരിയ ഫുള്ളാണ്. പിന്നെ കേസ് ഇവിടെ ഒരു മരം ഉണ്ട്, ആൽമരാണ് തോന്നുന്നു. കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടോ മരം. അപ്പോൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. മിന്നൂസ് ചാടി കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് മിന്നൂസ് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആരും കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ മമ്മയും ഞാനൊക്കെ പോയി. ഇപ്പോൾ റക്കിത്തുമാക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഉമ്മ ഒന്നും കുടിച്ചില്ല, അതുകൊണ്ടാണ് ക്ഷീണമുള്ളത്. അപ്പോൾ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട് കേട്ടോ. അവിടേക്കും ഇവിടേക്കൊക്കെ പോയിട്ട്. ഞങ്ങളെ ഇവിടെ നിന്നൊക്കെ മമ്മ പിടിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓഫേഴ്സാണ് കേട്ടോ. കണ്ടോ, 65% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഓഫേഴ്സാണ് ഓണായതുകൊണ്ടുള്ള. പിന്നെ മമ്മയുടെ ഓഫീസിലത്തെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്കിളിനോട് സംസാരിച്ച് നിന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പാർസലായിട്ടാണ് കേട്ടോ പോകുന്നത്. മേലത്തെ ഫ്ലോറിൽ പോയി കഴിക്കാമെന്ന്. പിന്നെ റൈസാണ് വാങ്ങിച്ചത്. അപ്പോൾ മിന്നൂസ് പറഞ്ഞു എനിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മ ഞങ്ങൾക്ക് ചിക്കൻ വാങ്ങിച്ചു. പിന്നെ ഫുഡ് ഇപ്പോഴൊന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ മമ്മ പറഞ്ഞു നിങ്ങൾ മേലൊക്കെ കളിക്കാൻ പോയിക്കോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മാവേലിനെ കണ്ടു. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു സ്ലിപ്പ് ഏരിയ ആയ കാരണം മിന്നൂസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തു. ഇടയ്ക്ക് വിഴുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എത്രയൊക്കെ വിടാൻ കെടുക്കുന്നതാണല്ലേ, നമ്മൾ പാർക്കിലൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചാച്ചിനായിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ജോയ്ഫുള്ളായിട്ടും നമുക്ക് ഡ്രീം ആയിട്ടുള്ളൊരു ദിവസമാണല്ലേ ഇന്ന്. അപ്പോൾ നിങ്ങൾ ഓണപ്പൂക്കളം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഓണപ്പൂക്കളം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ എസ്കലേറ്റർ കയറാൻ പോവാണ്, പാർക്കിലോട്ട് പോവാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എസ്കലേറ്ററാണ് യൂസ് ചെയ്യാറുള്ളത്, ലിഫ്റ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് എസ്കലേറ്ററിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഫുഡ് വരാൻ ലേറ്റ് ആവുമല്ലോ, അപ്പോൾ ഞാൻ എസ്കലേറ്ററിൽ കയറി ഇറങ്ങി കളിക്കും. ഇവിടെ മിന്നൂസിനും റക്കിത്തുമാക്കും ഉമ്മമാക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇതിൽ കയറാൻ.
മിന്നൂസിന് ചെറുതുള്ളൂ കേട്ടോ, പക്ഷെ ഉമ്മമ്മക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഗൈസ് ഇനി അടുത്തതായിട്ട് ഞാനാണ്. ഇവിടെ കുറേ എസ്കലേറ്റേഴ്സ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് ഏറ്റവും മേലെയാണ് പാർക്ക്, അതിൻ്റെ താഴെയാണ് ഫുഡ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ കൊണ്ടാക്കിയിട്ട് ചാച്ചി എന്താടൊക്കെ ഫുഡൊക്കെ ആയോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇടയ്ക്ക് മിന്നൂസ് അവർ സൂം ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തെങ്കിലും കാണുള്ളൂ. മിന്നൂസ് ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്, കണ്ടോ ഇടയ്ക്കൊക്കെ വീഴുന്നുണ്ട്, ആരും കാണില്ല. പിന്നെ കുറേ കാർഡുണ്ട് കേട്ടോ ഫണ്ടൂറയുടെ. ഞങ്ങളത് വീട്ടിലേക്ക് ATM ഒക്കെ ആക്കി കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മിസ്സായി. അത് നമുക്ക് 5 ഇയേഴ്സിന് യൂസ് ചെയ്യാം. മമ്മ എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞു, നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെ 5 ഇയേഴ്സിന് യൂസ് ചെയ്യേണ്ടത് എന്നും ഇവിടെ വരുമ്പോൾ കാർഡ് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണാടൊക്കെ ഊരി വെച്ച് കൊടുത്തു. ഞങ്ങൾ ഇനി കളിക്കുമ്പോൾ തല കുത്തൊക്കെ മറിയാനുള്ളതാണ്, അതുകൊണ്ട് കണ്ണാടൊക്കെ പൊട്ടും. പിന്നെ കേസ് ഞങ്ങൾ മമ്മ ചോദിക്കും ഇവിടെ കയറി മടുത്തില്ലേ, ഞങ്ങൾ കുറേ വട്ടം വന്നതാണ്. ഇവിടെ കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ, പ്ലേ ഏരിയ. അപ്പോൾ കളിക്കാൻ വേണ്ടി വന്നിട്ട് മമ്മ ചോദിക്കും ബോറടിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ കുറേ റൈഡ്സിൽ കയറിയ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലുള്ള ഞങ്ങളൊരു ഫ്രണ്ടിനെ കണ്ടു, പിന്നെ അവരായിട്ടായി കളി. പിന്നെ കേസ് ഞങ്ങൾ ഇവിടെ കറങ്ങുന്ന സ്ഥലത്ത് കയറി കണ്ടു. ഞാനൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്, എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോന്നറിയില്ല. നല്ല അന്നത്തെ ദിവസം എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് കറങ്ങിയിട്ട് ഇതാ വീഴുന്നുണ്ട് കേട്ടോ അവിടെ. അത് കട്ട് ചെയ്തിട്ടതാണ്, വേറെ ഒന്നും തോന്നരുത് കേട്ടോ, വീഴുന്നത് കാണിക്കണമെന്ന് വെച്ചിട്ട്. പിന്നെ മിന്നൂസ് പറഞ്ഞാൽ നമുക്ക് മേലത്തെ സെഷനിലോട്ട് പോയാലോ എന്ന്. അപ്പം ഞങ്ങൾ മേലത്തെ സെഷനിലോട്ട് പോയപ്പോൾ അവിടെ ഞങ്ങൾ വീണ്ടും തുടങ്ങി കുത്തിമറിയൽ. കണ്ടോ, ഞങ്ങൾ ആർത്തി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ എന്തിനെങ്കിലും ആദ്യം ഇട്ട് കയറാമെന്ന്. പക്ഷേ ഞങ്ങൾ ഇവിടെ കുറേ വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മിന്നൂസ് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ജയിലിൽ കയറിയ പോലെയാണെന്ന്, ബ്ലാക്കിൻ്റെ. പിന്നെ ഞങ്ങൾ യൂണിക്കോണിൻ്റെ മേലെ കയറി. പിന്നെ മിന്നൂസും ഞാനൊക്കെ ബസ് കളി കളിച്ചു, ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കണ പോലെ. പിന്നെ ഞാൻ മിന്നൂസിനെ പിടിച്ച് കയറ്റിയത്, അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കുന്നു താഴെ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്ലൈഡിലാണ് കയറാറ്. ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ആകെ 2-3 വട്ടേ കയറിയുള്ളൂ, ബാക്കിയൊക്കെ ബോൾസിൽ ഇതൊക്കെ കയറി. ഇതിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റഫായിരിക്കണം, സ്മൂത്തായിട്ടുള്ള ഇതാണ് ഞാൻ കയറാറ്. അവിടെ റഫായിരിക്കണം ആകെ, അതുകൊണ്ട് പെട്ടെന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ബോളുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ അത് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറിയുന്നതാണ്. ഇവിടെ ഗ്ലാസ് ഒന്നും പോലും കാണില്ല. പിന്നെ മിന്നൂസിനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ അവിടെ കുറേ ഡോൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മിന്നുൻ്റെ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് കൊടുന്നു, ഇതിൽ കയറ്റിയിരുത്തി ചാച്ചി. അതിൽ കയറാൻ പറ്റിയില്ല കേട്ടോ, മറ്റേ അത്ര നേരം ഇരുന്നില്ല. 1 ഹവർ നമുക്കുണ്ട്, പക്ഷെ അതിൽ അരമണിക്കൂർ ഇരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിൽ കയറി. ഇതിൽ ഞാൻ 2ാമത്തെ തട്ടാണ്, പക്ഷെ മിന്നൂസ് കയറിയില്ല. അപ്പോൾ ഞാനും മിന്നൂസൊക്കെ ഇതിൽ കയറി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേസ്, നല്ല ഇതാണ് നമ്മൾ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് ചാടി കളിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓണായതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേസ്. അങ്ങനെ അതിനുള്ളിൽ നിന്ന് ഇപ്പോൾ കയറണത് കാണിച്ചില്ല. അപ്പോൾ ഞാനും മിന്നൂസൊക്കെ ഫ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനും മിന്നൂസ് അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ജോയ്ഫുള്ളായി കളിച്ചിട്ടോ. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഡ്രീം ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല, നല്ല വിഷമമുണ്ടായിരുന്നു, ഒന്നും കൂടി കയറിയാലോ എന്ന് പറഞ്ഞിട്ട്. ഇനിയും വരും ഗൈസ് ഞങ്ങളിങ്ങുണ്ട്. പിന്നെയും നമ്മൾ വേറെ റൈഡിൽ കയറും. പിന്നെ വിശന്നും ആർത്തിയായിട്ട് നമ്മളിതവിടെ ഇതിൽ വന്നിരുന്നു, ഫുഡ് കോർട്ടിൽ വന്നിരുന്നു. അവിടെ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഉണ്ടായിട്ട് ഈ ഒരു ചെറിയ സ്പേസിലാണ് ഇരുന്നത്. പിസ്സ കൗണ്ടർ കണ്ടോ, ഷവർമ കൗണ്ടർ, ഇതൊക്കെ ഉണ്ട് കൗണ്ടർ. അപ്പം മമ്മ ഷവർമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിന്നൂസ് ഷവർമയായിട്ട് വന്നു. പിന്നെ മമ്മ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നൂടെ, ഇവിടെ എന്താ ചെറിയ സ്പേസ് അല്ല, അപ്പോൾ നമുക്ക് അപ്പുറത്ത് വലിയ ഇതിൽ ടേബിളിൽ ഇരുന്നൂടെയെന്ന്. നല്ല വിശപ്പുണ്ടായിരുന്നു കേസ്. അപ്പം ഞാൻ നല്ല രീതിയിൽ വലിച്ച് പൊട്ടിക്കുന്നുണ്ട്, കണ്ടോ. മിന്നൂസൊക്കെ കാണിച്ചു കൂട്ടനെ കണ്ടു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞാൻ വലിച്ചു പൊട്ടിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് സോസാണ്. ബണ്ണ് മാത്രമേ കണ്ടുള്ളൂ, KFC കണ്ടില്ലല്ലോ. പിന്നെ മണത്ത് പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇട്ട് കൊടുത്തു. മിന്നൂസ് കംപ്ലയിൻറ്റ് പറയാനാണ്, എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മമ്മയുടെ അടുത്ത് പോയത്. അപ്പോൾ ഞാൻ മിന്നൂസിനും കൂടി ഇട്ട് കൊടുത്തു. എനിക്ക് 2 പീസ് ഇട്ടു. ഞാൻ ആ ചെറിയ പീസ് തിന്നീർക്കാൻ തന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ടൈം എടുത്തു. ഈ ഇടണം മാത്രമേ ഉള്ളൂ, പക്ഷെ തിന്നാനൊക്കെ ഭയങ്കര സ്ലോ ആണ് ഞാൻ. അപ്പം അടുത്തതായിട്ട് നമ്മൾ മൊജീറ്റോ ആണ്. മൊജീറ്റോ നല്ല എരിവുണ്ടായിരുന്നു, പിന്നെ സൈഡിൽ മുളകൊക്കെ ഉണ്ടായിരുന്നു, മാറ്റിയതാണ്. അപ്പം നമ്മൾ പിന്നെയെന്ന് പറയുന്നത് നല്ല എരിവുണ്ടായിരുന്നു, നല്ല തണുപ്പായ കാരണം ചുണ്ടൊക്കെ മരവിച്ച് പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കയറി ഉന്മേഷം ഒന്ന് ഇറങ്ങുമ്പോൾ ഇല്ല ഗൈസ്. കാരണം എന്ന് പറയുന്നത് എല്ലാത്തിലും ചാടി കളിച്ച് ടയേർഡായി. പിന്നെയെന്ന് പറയണത് നമ്മൾ പോവല്ലേ ഇപ്പോൾ, അധികം നേരം കുറേ നേരം നിൽക്കാൻ പറ്റിയിട്ടോ, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ വാച്ചിൻ്റെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കി, പിന്നെ അളവിലൊന്നും കിട്ടിയില്ല. പിന്നെ
കണ്ടോ നല്ല. പിന്നെ ചാച്ചി ട്രോളി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ വൈമാളിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ലൈഡിലാണ് ഇറങ്ങുക. സ്റ്റെപ്പിൽ ഇറങ്ങുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഞാൻ സ്ലൈഡിൽ ഇറങ്ങുക. അതാകുമ്പോൾ നല്ല രസമുണ്ടാവും. പിന്നെ ഈ ട്രോളിയാണ് ഇന്ന് വലിച്ചുകൊണ്ടുപോകുന്നത്, ഞാനാണ് ട്രോളിനെ വലിച്ചുകൊണ്ടുപോകുന്ന സംശയമാണ്. കാരണം ട്രോളി എന്നെ അവിടേക്കും ഇവിടേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതാ മമ്മ എല്ലാ സാധനങ്ങളും ഇതാ വണ്ടിയിലോട്ട് കയറ്റി വെക്കുകയാണ്. പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു, അതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, താഴെ കൊടുത്ത ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ പറയാം.